വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. വചനമായ ദൈവത്തെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദിവ്യവചനം അതിരത്തിലും ഹൃദയത്തിലും നിരന്തരം ഉരുവിട്ടുകൊണ്ട് അത്തനാസിയമ്മ 94 വയസ്സിൽ തൻ്റെ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി 15/5/2025 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് തൻ്റെ സ്വർഗീയ മണവാളന്റെ സന്നിധിയിലേക്ക് യാത്രയായി. ഒല്ലൂർ ഇടവക മാളിയേക്കൽ ചെറുശ്ശേരി ജോസഫ് കുഞ്ഞില ദമ്പതികളുടെ 9 മക്കളിൽ 5ാമത്തെ മകളായി റോസി എന്ന അത്തനാസിയമ്മ 1931 മാർച്ച് 15-ാം തീയതി പൂജാതയായി. ഭക്തരായ മാതാപിതാക്കളുടെ വത്സലപുത്രിയായിരുന്നു അത്തനാസിയമ്മ. തൻ്റെ 21ാമത്തെ വയസ്സിൽ ദൈവവിളി സ്വീകരിച്ച് CMC നിർമ്മല പ്രോവിൻസിൽ പ്രവേശിച്ച് ദിവ്യ മണവാളന്റെ സ്വന്തമായി. 1952 തൻ്റെ ആദ്യവ്രത വാഗ്ദാനവും 1956 നിത്യവ്രത വാഗ്ദാനവും ചെയ്ത് തന്നെ നിത്യമായി ദൈവത്തിന് സമർപ്പിച്ചു. ഹിന്ദി അധ്യാപികയായിരുന്ന അത്തനാസിയമ്മ തൻ്റെ അധ്യാപന ശുശ്രൂഷയിലൂടെ കുഞ്ഞുമക്കൾക്ക് യേശു സ്നേഹവും മാതൃവാത്സല്യവും പകർന്നു നൽകി. നീണ്ട 73 വർഷക്കാലം സമർപ്പിത ജീവിതം നയിച്ച അത്തനാസിയമ്മ ലേഡി വിക്ടറി ചിയാരം പുതുക്കാട്, ലേഡി ഫാറ്റിമ ഒല്ലൂർ, വരന്തരപ്പിള്ളി, സെന്റ് വിൻസെന്റ് പോൾ ഒല്ലൂർ, സെന്റ് ജോസഫ് ചൂണ്ടൽ, ഹോളി ട്രിനിറ്റി കോളരി, കൊട്ടേക്കാട്, കാട്ടൂർ, എടത്തുരുത്തി, കാർമൽ കോൺവെന്റ് കൊപ്പോളി, ക്രൈസ്റ്റ് കിങ് പാവറ്റി എന്നീ മഠങ്ങളിൽ തൻ്റെ സുദീർഘമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. വരന്തരപ്പിള്ളി മഠത്തിന്റെ മദർ സുപ്പീരിയറായും മറ്റു ഭവനങ്ങളിൽ ട്രഷറർ, ഓർഫനേജ് മേട്രൻ, ജയിൽ മിനിസ്റ്ററിന്റെ ലീഡർ, കരിസ്മാറ്റിക് ലീഡർ എന്നീ നിലകളിലും തന്റെ സേവനം കാഴ്ചവെച്ചു. 12 വർഷമായി ക്രിസ്തുരാജന്റെ നാമത്തിലുള്ള ഈ ഭവനത്തിൽ സന്തോഷത്തോടെ ചെലവഴിച്ചു. ശാന്തസുന്ദരമായ ജീവിതത്തിനുടമയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സവിശേഷ സ്നേഹവും ഒരുപാട് സുഹൃത്തുക്കളാൽ അലങ്കൃതവുമായിരുന്നു അമ്മയുടെ ജീവിതം. പ്രോവിൻസിലെ മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് ഫാൻസി ഡ്രസ്, മോണോക്ട്, നാടകം എന്നീ കലകളിൽ 88 വയസ്സുവരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അത്തനാസിയമ്മ. സന്തോഷവും ഉത്സാഹപ്രകൃതിയുമായ അത്തനാസിയമ്മ ഏറ്റവും ചെറിയ സിസ്റ്റേഴ്സിനോടും കൂട്ടുചേർന്ന് സമൂഹ ജീവിതത്തിന്റെ വലിയ സാക്ഷ്യ ജീവിതമാണ് നമുക്ക് പകർന്നു തന്നത്. അമ്മയുടെ നിരന്തരമായ സുഹൃജപമായിരുന്നു നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നത്. പ്രാർത്ഥിക്കുവാനുള്ള ജാഗ്രത, സന്തോഷപ്രകൃതി, ഉത്സാഹശീലം, കൂട്ടക്രമങ്ങളോടുള്ള വിശ്വസ്തത, അധികാരികളോടുള്ള വിധേയത്വം എന്നിവയിൽ തൽപരയായ അത്തനാസിയമ്മ ഏവർക്കും ഒരു മാതൃകയായിരുന്നു. സന്യാസ ജീവിതത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതിനുള്ള ഭാഗ്യം അത്തനാസിയമ്മയ്ക്ക് ലഭിച്ചു. 1 വർഷത്തോളം വാർദ്ധക്യ സഹജമായ രോഗത്താൽ തീരെ കിടപ്പിലാവുകയും എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് 14/5/2025 ബുധനാഴ്ച കുമ്പസാരം എന്ന കുദാശ സ്വീകരിക്കുകയും 15/5/2025 വ്യാഴാഴ്ച രാവിലെ 7:30 പാവറ്റി തീർത്ഥകേന്ദ്രം ബഹുമാന അസിസ്റ്റന്റ് വികാരി ഗോഡ്വിനസനിൽ നിന്ന് രോഗിലേപനം സ്വീകരിക്കുകയും ചെയ്തു. മരിയ ഭക്തയായിരുന്ന അത്തനാസിയമ്മയുടെ തീവ്രമായ ആഗ്രഹമായിരുന്നു പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനത്തിൽ തന്നെ തൻ്റെ ആത്മാവിനെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കുക എന്നത്. വിശുദ്ധമായ ഈ ആഗ്രഹത്തിന്മേൽ ദൈവം തൻ്റെ കയ്യൊപ്പ് ചാർത്തിയതിൻ്റെ തെളിവെന്നോണം വിളവിൻ്റെ നാഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് സമൂഹാംഗങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ സാന്നിധ്യത്തിൽ അത്തനാസിയമ്മയുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പറന്നുയർന്നു. അത്തനാസിയമ്മയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ. തൻ്റെ വിശുദ്ധരുടെ മരണവും ദൈവത്തിന് അമൂല്യമാണ്. ോട് കൂടെയായിരുന്ന അമൂല്യനിധിയായി തീർന്ന ദൈവത്തിൻ്റെ വിശുദ്ധയുടെ മരണമാണ് നമ്മളിന്ന് ഓർക്കുക. ഈശോനാഥൻ ശിഷ്യന്മാരെ വിളിച്ചു എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാം. അവനോട് കൂടെയായിരിക്കാൻ. അതുതന്നെയാണ് വിശുദ്ധി.
അവനോട് കൂടെയായിരുന്നുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അവനെ ശ്രവിക്കണം, അവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടണം. ഈ കൃത്യങ്ങൾ, ഈ വിശുദ്ധി കൃത്യമായി പാലിച്ചവളാണ് ഈ അമ്മ എന്ന് കൂടെ ജീവിച്ച എന്നേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മറിയം യേശുവിൻ്റെ കാൽക്കലിരുന്നു, പറയുന്നത് ശ്രവിച്ചു, ധ്യാനപൂർവം ഹൃദയത്തിൽ അത് സംഭരിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ വിശുദ്ധ. ആ നല്ല ഭാഗത്തെയാണ് യേശു ശ്ലാഘിച്ചത്. ആ വിശുദ്ധിയാണ് ഈ അമ്മയിലും നമ്മൾ കാണുക. ബൈബിളിൽ സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്ന് യേശുവിൻ്റെ കാൽവരി മരണത്തിന് സാക്ഷിയായ ആ രക്തവും ജലവും കണ്ട് സാക്ഷ്യപ്പെടുത്തിയ ആ യോഹന്നാനാണ് സന്യാസ ജീവിതത്തിൻ്റെ അന്തസത്ത എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ രണ്ടാമത്തെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ യോഹന്നാൻ പറയുന്നുണ്ട്, ഈ ഭൂമിയിലുള്ളത് എന്താണ്? 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ 3നെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നവനിൽ ദൈവത്തിൻ്റെ സ്നേഹം തൊട്ട് തോണ്ടിയിട്ടില്ല എന്നാണ് ആ അരുമ ശിഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ അടിത്തറ മനസ്സിലാക്കിക്കൊണ്ട് കണ്ണുകളുടെ ദുരാശകളിൽ നിന്നും, ജീവിതത്തിൻ്റെ അഖണ്ഡകളിൽ നിന്നും, ശരീരത്തിൻ്റെ ദുരാശകളിൽ നിന്നും ഒക്കെ മാറി നല്ലൊരു സഹോദരിയായി നിങ്ങളുടെ മധ്യത്തിൽ മാതൃകയായി ജീവിച്ച അമ്മയെയാണ് നമ്മൾ ഇന്ന് യാത്രയാക്കുന്നത്. ബഹുമാനപ്പെട്ട സക്രിയാസ് വാഴപ്പള്ളിയാസിനൊക്കെ സെമിനാരി കാലഘട്ടത്തിലെ മേജർ സെമിനാരിലൊക്കെ ആയിരിക്കുമ്പോൾ അദ്ദേഹം തുടരെ കൂടെ പറയുന്ന ഒരു ചെറിയ കൊച്ചുപമ ഇതാണ്: നിങ്ങൾ സക്രാരിയോട്, യേശുവിനോട് ചേർന്ന് നിൽക്കണം. ആ സക്രാരിയോട് യോജിച്ച് കുറ്റി ഉറപ്പിച്ച് അവിടെ ജീവിക്കേണ്ടവരാണ്. നിങ്ങളുടെ റേഡിയസായി തിരഞ്ഞെടുക്കുന്നത് ഈ സക്രാരിയുടെ റേഡിയസാണ്. യേശു എന്ന ആ റേഡിയസിൽ കെട്ടപ്പെട്ട് ദുരാശകളിൽ നിന്നെല്ലാം അകന്ന് അവനോട് കൂടെ ആയിരുന്ന അത്തനാസ്യമ്മയാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട അത്തനാസ്യമ്മ നമ്മിൽ നിന്ന് നിത്യസമ്മാനത്തിനായിട്ട് യാത്രയാകുന്ന ഈ അവസരത്തിൽ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു വിടവാങ്ങൽ ശുശ്രൂഷയിലാണ് നമ്മൾ ഇപ്പോൾ പങ്കെടുക്കുന്നത്. അത്തനാസ്യമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും തൃശ്ശൂർ അതിരൂപതയുടെ പേരിൽ മെത്രാപ്പോലീത്ത ആൻഡ്രൂസ് പിതാവിൻ്റെയും ടോണി പിതാവിൻ്റെയും ജേക്കബ് പിതാവിൻ്റെയും വൈദിക ഗണത്തിൻ്റെയും സമർപ്പിതരുടെയും ദൈവജനത്തിന് മുഴുവനും പേരിൽ എല്ലാവർക്കും അനുശോചനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് CMC നിർമ്മല പ്രോവിൻസിനും പ്രൊവിൻഷ്യലമ്മ സാലി പോളിനും ഈ ക്രൈസ്റ്റ് കിങ് ഭവനത്തിലെ അംഗങ്ങൾക്കും മദർ ലിസ്ലറ്റിനും ഒക്കെ അനുശോചനം അറിയിക്കുന്നത് പോലെ തന്നെ ഉള്ളൂര് മാടിയേക്കൽ ചെറുശ്ശേരി കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ജെറോമച്ചന്, മറ്റ് കുടുംബാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് അനുശോചനം അറിയിക്കുന്നു. ഈ അമ്മയുടെ നല്ല മാതൃക, പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ജീവിതം നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ. 4 ദിവസം മുമ്പ് അമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും എനിക്ക് അവസരമുണ്ടായി. അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
വികാരിച്ചിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. പാപികളെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി തന്നന തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഗ്രഹിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം അങ്ങയുടെ തിരുമുൻപിൽ എത്ര നിസാരവുമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്ക് ആശ്രയം? തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എനിക്കുള്ള ശിക്ഷയെല്ലാം ഇളച്ചു തരണമേ. പാപത്തിനുള്ള ശിക്ഷയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ അങ്ങേ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങേ ആശ്രയിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവെ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങേ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ തിരുശരീര രക്തങ്ങളാൽ പരിപുഷ്ടമായ ഈ ആത്മാവിന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ലോകബന്ധങ്ങളെല്ലാം പരിത്യജിച്ച് പ്രാർത്ഥനയിലൂടെയും വ്രതബദ്ധമായ ജീവിതത്തിലൂടെയും അങ്ങേ അനുഗമിച്ച ഈ ദാസിയുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ നിത്യസഹചാരിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവും മറ്റു കൂദാശകളാൽ വിശദീകൃതവുമായ ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് അർഹയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഉത്തരവാദിത്തപൂർണമായ ദൗത്യ നിർവഹണത്തിൽ ഈ ആത്മാവിന് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദയാപൂർവം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അത്ഭുതകരമായ ഉത്ഥാനം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന സമൂഹാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഈ തിരുകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്ന ഞങ്ങൾ എല്ലാവരും സ്വർഗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സത്കർമ്മങ്ങളിൽ സമ്പന്നരാകുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യ ആനന്ദത്തിലേക്ക് ദൈവം അങ്ങേ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു.
എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അന്ത്യാഭിവാദനം അർപ്പിക്കാൻ വന്നിരിക്കുന്ന എൻ്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞാൻ എൻ്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ അമ്മയെ ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ സഹോദരിയുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഈ ആത്മാവിനെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ മൃതശരീരത്തിൽ പുഷ്പങ്ങൾ വിതറിക്കൊണ്ട് അത്തനാസിയമ്മയ്ക്ക് അന്തിമ ആദരവുകൾ അർപ്പിക്കാനുള്ള സമയമാണ്. പോകവെളിവിൻ പരിമളമെങ്ങും പാകിയ മലരേ, പരമോന്നതമാം പ്രഭയോട് വീണ്ടും വിരിയുക വിണ്ണിൽ. സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമിന്നേ അധ്വാനിച്ചു. പ്രതിഫലമേകാൻ ദൈവകുമാരൻ താണുവരുന്നു. സൗഭാഗ്യത്തിൻ ജയമുടി നേടാൻ ഉയരുക വിണ്ണിൽ. അവനിലങ്ങി സ്നേഹിതഗണവും സഹവാസികളും ചുടുകണ്ണീരിൻ കാഴ്ചകളങ്ങേ അർപ്പിക്കുന്നു. അന്തിമയാത്ര വന്ദനമോടെ പിരിയും നിമിഷം ദുഃഖമിയന്നീ മിത്രജനങ്ങൾ വിലപിക്കുന്നു. ഞങ്ങളുമിളമേലപകടമേതും കലരാതൊരു നാൾ നിത്യവിരുന്നിൻ മണിയറ ചേരാൻ പ്രാർത്ഥിക്കണമേ. മൃതിയുടെ വരവിൽ പുതിയൊരു ജീവൻ പകരാൻ പോരും ദൈവകുമാരാ, വത്സലസുതയെ കൈവെടിയരുതേ. പോവുക വെളിവിൻ പരിമളമെങ്ങും പാകിയ മലരേ, പരമോന്നതമാ പ്രഭയോട് വീണ്ടും വിരിയുക വിണ്ണിൽ. സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമിന്നേ അധ്വാനിച്ചു. പ്രതിഫലമേകാൻ ദൈവകുമാരൻ താണുവരുന്നു. സൗഭാഗ്യത്തിൻ ജയമുടി നേടാൻ ഉയരുക വിണ്ണിൽ. പരിശുദ്ധന്മാർ കൊടികൊള്ളും ഖബറിടമിത്ര മനോഹരമാം അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ ജനനവുമാം. സമ്പാദിപ്പവനീശ്വരനായി സമ്പാദിക്കുകയിലവയൊന്നും മൃതിയുടെ ചുഴിയിൽ താഴില്ല. പിരിയും